ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ലെവൽ ക്രോസുകളില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന റോഡ് നിർമ്മാണങ്ങളുടെ ഭാഗമായി കേരയിൽ കോർപ്പറേഷൻ നിയോഗിച്ച ഏജൻസി മാരാത്തുകുന്ന് റേഷൻ ഷോപ്പ് പരിസരത്ത് മണ്ണ് പരിശോധന നടത്തി. 5 സ്ഥലങ്ങളിലായാണ് മണ്ണ് പരിശോധന നടക്കുകയെന്ന് സ്ഥലം സന്ദർശിച്ച സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അറിയിച്ചു. പരിശോധനയ്ക്ക് ശേഷം ടോപ്പോഗ്രാഫിക് സർവേ എടുത്ത് അലൈൻമെന്റ് പരിശോധിച്ച ശേഷം അലൈൻമെന്റ് പരിശോധിച്ച് ഡ്രോയിംഗ് പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. പരമാവധി കെട്ടിടങ്ങളും വീടുകളും ഒഴിവാക്കി കൊള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുക എന്നും MLA അറിയിച്ചു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുകയും റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതാണ് മാരാത്തുകുന്ന് ഗേറ്റ് നമ്പർ 7 റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടിയുള്ള നടപടികൾ. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേരയിൽ കോർപ്പറേഷനെ അതിൻ്റെ നിർവഹണം ഏൽപ്പിച്ചതിനെ തുടർന്ന് കേരയിൽ കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണ്ണ് പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ്. സോയിൽ ടെസ്റ്റ് ഏകദേശം 5 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ മാരാത്തുകുന്ന് റേഷൻ കട പരിസരത്ത് തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് തൊട്ട് താഴെയുള്ള റൂട്ടിലും ഓട്ടുപാറയ്ക്ക് അടുത്തുള്ള പ്രദേശത്തൊക്കെയായി 2-3 സ്ഥലത്തു കൂടി അടിയന്തരമായി നോക്കും. തുടർന്ന് ടോപ്പോഗ്രാഫിക് സർവേ നടത്തി അലൈൻമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ധാരണ ഡിസ്കഷന് വിധേയമാക്കും എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരയിൽ കോർപ്പറേഷൻ ഇതിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് തയ്യാറാക്കാൻ ഒരു പ്രത്യേക ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയും പ്രത്യേക ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 23-ാം തീയതിയാണ് ഈ മാരാത്തുകുന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടി റെയിൽവേയുടെ ക്ലിയറൻസ് കിട്ടിയത്. നമുക്കറിയാം 3ഉം 4ഉം റെയിൽപാതകൾ ഷൊർണൂർ വരേക്ക് എറണാകുളത്തുനിന്നും ഒരു ഡിസൈൻ റെയിൽവേയുടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളായാലും അത് റെയിൽവേയുടെ പ്രത്യേക ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്ങും മറ്റു കാര്യങ്ങളും നടപ്പാക്കാനാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നമുക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കുക. ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ടോപ്പോഗ്രാഫിക് സർവേയിലൂടെ നമുക്കറിയാം ഷൊർണൂർ റോഡുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത് മാരാത്തുകുന്ന് ഗേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും 2 കൊടും വളവുകളാണ് ഗേറ്റ് കഴിഞ്ഞാൽ ഉടനെയുള്ളത്. ഈ വളവുകൾ ഒഴിവാക്കി ഓട്ടുപാറയിലേക്ക് എത്തുന്ന രീതിയിൽ, മിക്കവാറും ഓട്ടുപാറ ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഡ്രോയിങ് ആണ് ഇപ്പോൾ പരിശോധനാ വിധേയമാക്കുന്നത്. ആ ഡ്രോയിങ് പരിശോധിക്കുന്നതിൻ്റെ കൂടി ഭാഗമായി ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തും. പരമാവധി കെട്ടിടങ്ങളും മറ്റൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടാക്കണം എന്നാണ് പൊതുവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, NK പ്രമോദ് കുമാർ, MR സോമനാരായണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.